ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നിങ്ങളെ ആരെങ്കിലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നതാണ്. അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിലുള്ള സങ്കടവും വിഷമവും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നും പറഞ്ഞിട്ട് അതൊന്നും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കാൻ ആരും നിൽക്കണ്ട. നിങ്ങൾ എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടുള്ള സ്റ്റാറ്റസുകളും ഒക്കെ ഇടുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ സങ്കടം ഉണ്ടാവാം, എങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാതിരിക്കുകയാണ് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നതിൽ നല്ലത് നല്ല ഹാപ്പി ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുക എന്നതാണ്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടുള്ള, അത് സന്തോഷം നൽകുന്ന പാട്ടുകൾ മാത്രം വേണം കേൾക്കാൻ വേണ്ടിയിട്ട്. ഈ സങ്കടപ്പെടുന്ന പാട്ടുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിഷമം വീണ്ടും കൂടത്തേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓരോ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. നല്ല നല്ല ട്രിപ്പൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് മൈൻഡ് നല്ല കൂൾ ആവാനും നല്ല ഹാപ്പി ആകാനും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ആ ഒരു കുട്ടീനെ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ ഒന്നും നിങ്ങൾ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വിഷമം കൊണ്ടാവണോ ആ ഒരു കുട്ടീനെ വിളിക്കുന്നത്, അത് പക്ഷെ അവർക്ക് മനസ്സിലാക്കാനും പറ്റുന്നില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് അവരെ വിളിക്കാൻ നിൽക്കുന്നത്? അങ്ങനെയുള്ള മെസ്സേജസോ കോൾസോ ഒന്നും വേണ്ട. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയായിട്ട് എടുത്ത നല്ല നല്ല ഫോട്ടോസൊക്കെ നിങ്ങളുടെ റൂമിലുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിർത്തി മാറ്റുക എന്നതാണ്. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന ആ ഒരു വ്യക്തി പണ്ട് നിങ്ങൾക്ക് നല്ല നല്ല ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം നിങ്ങളെടുത്ത് മാറ്റുക എന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു വിഷമങ്ങളൊക്കെ നല്ല രീതിക്ക് കുറയ്ക്കാൻ വേണ്ടി അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ടാവണം അവർ അങ്ങനെ ചെയ്യുന്നത്. ആ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.